വീക്കാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റിയാണ്. നമുക്കറിയാം PSC, SSC, UPSC ഏത് പരീക്ഷയിൽ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ സമിതിയെ കുറിച്ചാണ്. ഭരണഘടനാ സമിതിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട അറിയേണ്ടത് 4 ഡേറ്റുകളാണ്. കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 ഡേറ്റുകളാണ്. 1946 ഡിസംബർ 6, 1946 ഡിസംബർ 9, 1946 ഡിസംബർ 11, 1946 ഡിസംബർ 13. ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടി ഭരണഘടനാ സമിതി രൂപീകരിച്ച ദിവസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി നമുക്ക് തെറ്റു വരരുത്. 1946 ഡിസംബർ 6-ാം തീയതിയാണ്. ഡിസംബർ 9 അല്ല, ഡിസംബർ 6-നാണ് ഭരണഘടനാ സമിതി രൂപീകരിച്ച ദിവസം. ഭരണഘടനാ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഡിഗ്രി ലെവൽ എക്സാമിന് തീർച്ചയായും ഭരണഘടനാ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതിനുശേഷം 1946 ഡിസംബർ 9. ഈ ഡിസംബർ 9-നാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റിൽ വെച്ച് നടക്കുന്നത്. 1946 ഡിസംബർ 9-നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റിൽ വെച്ച് നടക്കുന്നത്. ഈ 1946 ഡിസംബർ 9-ന് മറ്റ് 2-3 പ്രത്യേകതകളും കൂടി നമുക്ക് പഠിച്ചു വെക്കണം. ഈ മീറ്റിംഗിന് ആദ്യമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മീറ്റിംഗിന് ഡിസംബർ 9-ന് നടന്ന മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനി. തീർച്ചയായിട്ടും PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 1946 ഡിസംബർ 9-ന് നടന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയാണ് അധ്യക്ഷത വഹിച്ച വ്യക്തി. അതിനുശേഷം ഈ 1946 ഡിസംബർ 9-ന് എവിടെ വെച്ചായിരുന്നു ഈ മീറ്റിംഗ് നടന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് ന്യൂഡൽഹി. 1946 ഡിസംബർ 9-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. ഡിസംബർ 9-ന് നടന്ന ആദ്യ കമ്മിറ്റിയിൽ താൽക്കാലികമായി ചെയർമാനെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. താൽക്കാലികമായ ഒരു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കമ്മിറ്റിയിൽ എത്ര പേർ പങ്കെടുത്തു എന്നത് മറ്റൊരു ചോദ്യമാണ്. 207 പേരായിരുന്നു ആദ്യ കമ്മിറ്റിയിൽ ഫസ്റ്റ് മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. 207 പേര് ഇൻക്ലൂഡിംഗ് 9 വുമൻസ്, 9 വനിതകൾ ഉൾപ്പെടെ 207 പേരായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്. അപ്പോൾ 1946 ഡിസംബർ 9-ന്റെ പ്രത്യേകതകൾ ഇത്രയൊക്കെയാണ്. JB കൃപലാനി അധ്യക്ഷത വഹിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ്. അതോടൊപ്പം തന്നെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലികമായി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ കമ്മിറ്റിയിൽ. അതുപോലെ തന്നെ 207 പേരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. 9 വനിതകൾ ഉൾപ്പെടെ 207 പേരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. അതിനുശേഷം 1946 ഡിസംബർ 11-ന് നമുക്ക് താൽക്കാലികമായ ഒരു ചെയർമാൻ മാത്രമേ അതുവരെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1946 ഡിസംബർ 11, 2 ദിവസത്തിന് ശേഷം ഈ 11-ാം തീയതി നമ്മുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇതിന്റെ പെർമനന്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാനായി 1946 ഡിസംബർ 11-ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1946 ഡിസംബർ 13-നായിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ പ്രിയാമ്പിൾ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തന്നെയാണ് പ്രിയാമ്പിൾ എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ കൃത്യമായി ഈ 4 ഡേറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പഠിക്കുമ്പോൾ. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ രൂപീകരണം. 1946 ഡിസംബർ 9-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റിൽ വെച്ച് നടന്നു. JB കൃപലാനി അധ്യക്ഷത വഹിച്ചതിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലികമായി ചെയർമാനായി നിന്നു. 1946 ഡിസംബർ 11-ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുകയും 1946 ഡിസംബർ 13-ന് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രിയാമ്പിൾ അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയും ചെയ്തു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 389 മെമ്പേഴ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 മെമ്പേഴ്സായി ചുരുങ്ങുന്നുണ്ട്. ഇങ്ങനെ തന്നെ PSCയുടെ ക്വസ്റ്റ്യൻ വരാം. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഉത്തരം 389 ആണ്. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് എത്രയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ എഴുതണം. ഈ 2 ആൻസറുകളും നമ്മുടെ ഓപ്ഷനിൽ കാണും. അത് നമ്മൾ ചോദ്യം അനുസരിച്ച് തന്നെ അതിന്റെ ഉത്തരം എഴുതേണ്ടതാണ്. അതിനുശേഷം ഈ മെമ്പേഴ്സിനകത്ത് 17 വനിതകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 17 മലയാളികളും ഇതിനകത്തുണ്ടായിരുന്നു. 17 വനിതകളും 17 മലയാളികളും ഈ മെമ്പേഴ്സിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ 22 കമ്മിറ്റികളായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. എത്ര കമ്മിറ്റികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 കമ്മിറ്റികളായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്.
നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 22 കമ്മിറ്റി ഉണ്ടെന്ന്. ആ കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. തുടർച്ചയായി പല PSC പരീക്ഷകൾക്കും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. 22 കമ്മിറ്റികൾ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ടോട്ടൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അംബേദ്കറിനെ കൂടാതെ 6 മെമ്പേഴ്സ് ആണ് മറ്റ് ഉള്ളത്. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ. ഈ ഖെയ്ത്താനെ റീപ്ലേസ് ചെയ്ത് പിന്നെ TT കൃഷ്ണമാചാരി ഈ കമ്മിറ്റിയിലേക്ക് വരികയുണ്ടായി. അതുപോലെ തന്നെ BL മിറ്ററിനെ റീപ്ലേസ് ചെയ്ത് N മാധവറാവു ഈ കമ്മിറ്റിയിലേക്ക് വരികയുണ്ടായി. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 22 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ദിവസം കൃത്യമായി പല PSC പരീക്ഷകൾക്കും ചോദിച്ച ഒരു ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ദിവസം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 29-ാം തീയതി 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആണ്. അംബേദ്കറിനെ കൂടാതെ മറ്റ് 6 മെമ്പേഴ്സ് ഇതിലുണ്ട്. ഇത് കൃത്യമായി നമ്മൾ മനഃപ്പാഠമാക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ശുഭദിനം.